ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഡേ 6 ആണ് വിയറ്റ്നാമിൽ. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയായി. നമ്മൾ രാത്രി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്രെഡും ബണ്ണും പാരയ്ക്കൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ അതൊക്കെ കഴിച്ച് ഇറങ്ങി. ഡേ രാവിലെ തൊട്ടേ ഇച്ചിരി ഗ്ലൂമി ആയിരുന്നു, മഴയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ക്യാബ് എടുത്ത് ഫസ്റ്റ് സ്റ്റോപ്പായിട്ട് മാർബിൾ മൗണ്ടൻസിലോട്ടാണ് പോകുന്നത്. 40,000 വിയറ്റ്നാമീസ് ഡോങ് ആണ് ഒരാൾക്ക് ടിക്കറ്റ് വരിക. പിന്നെ നമ്മൾ ലിഫ്റ്റും കൂടെ എടുത്തായിരുന്നു. നമുക്ക് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് സ്റ്റെപ്സ് വഴി കയറാം, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് എടുക്കാം. ലിഫ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ 15,000 വിയറ്റ്നാമീസ് ഡോങ് കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് എടുത്തായിരുന്നു. അങ്ങനെ നമ്മളവിടെ കയറി. ഇച്ചിരി ക്രൗഡുണ്ട്. പിന്നെ മഴ പെയ്തതിൻ്റെ ഒരു വെള്ളവും ഇച്ചിരി സ്ലിപ്പറി ആയിരുന്നു. അത് നമുക്ക് അത്ര അങ്ങോട്ടൊരു വൈബ് കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു മാപ്പ്, ഈ ബോർഡുകളുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ കാണാണ്ട് എങ്ങനെ പോകണം എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ഉണ്ട്, പിന്നെ കുറേ കേവുകളുണ്ട് കയറാനായിട്ട്. ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞ് പാത്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കേവിൻ്റെ ഉള്ളിൽ കൂടെ പോകാനായിട്ട്. ഈ മഴ പെയ്ത കാരണം ഇടയിൽ കുറേയൊക്കെ നല്ല സ്ലിപ്പാവായിരുന്നു. അങ്ങനെ നമ്മൾ ഇരുന്നും കിടന്നൊക്കെ അങ്ങോട്ട് കയറി എത്തിച്ചു. സൂപ്പർ. ചത്തു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇനി നമുക്ക് സ്റ്റെപ്സ് വഴി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം ലിഫ്റ്റ് നമ്മൾ ഇറങ്ങിയത് ഒരു സ്ഥലത്ത്, അവിടെ നമ്മളിപ്പോൾ കുറച്ച് നടന്ന് ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് കടന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ തിരിച്ച് ആ വഴിക്ക് എത്തിയാലാണ് ലിഫ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് ഇതൊക്കെ കണ്ടിട്ട് സ്റ്റെപ്സ് വഴി തന്നെ ഇറങ്ങാം. ഇത്രയൊക്കെ നടന്നപ്പോഴേക്കും എൻ്റെ കാല് നല്ലോണം വേദന തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കാവ്യം കൂടി ഒരു കരിക്കൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. ഒരു ടെമ്പിളും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി അവർ പോയി കണ്ടിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വെച്ചു. ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. പിന്നെ സ്റ്റെപ്സൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഫോണൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ക്യാബ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സോൺട്ര മെറീന എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നേ. ഇത് ഇച്ചിരി ഫേമസ്, ഭയങ്കര ഒരു ഗ്രീസ് വൈബ്, ഭയങ്കര എസ്തെറ്റിക്സാണ്. ഫുഡ് പക്ഷേ ജസ്റ്റ് ഓക്കെ ആണെന്നുള്ളൂ. സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. നമ്മൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്ത് സീറ്റ് നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് സീറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അങ്ങനെ എന്നിട്ട് സീറ്റ് കിട്ടാനും നല്ലൊരു ടാസ്ക് ആയിരുന്നു. ഇച്ചിരി സ്ട്രഗിൾ ചെയ്യേണ്ട വന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ആ ഒരു വൈബ് കിട്ടിയില്ല. പ്ലേസിൻ്റെ വൈബാണെങ്കിൽ നമുക്ക് നടന്ന് ആസ്വദിക്കാനോ കുറേ ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് രേഡി ബുദ്ധിയിലേക്ക് നമ്മൾ ക്യാബ് എടുത്തു. അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ഒരു അടുത്തടുത്ത് തന്നെയാണ്. ഈ മങ്കി മൗണ്ടനിലാണ് ഈ രേഡി ബുദ്ധി ഉള്ളത്. അവിടെയും ഇതുപോലെ തന്നെ സെയിം ഭയങ്കര മഴയായിരുന്നു. നമ്മൾ കുട പിടിച്ച് നടക്കേണ്ട അത്രയും ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെയും അധികം വൈബ് ആസ്വദിക്കാൻ പറ്റില്ല. ഈ സ്ഥലമൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ മാർബിൾ മൗണ്ടൻ ആണെങ്കിലും രേഡി ബുദ്ധി ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ നമുക്കതൊരു നടന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഫുള്ള് വെള്ളമായിട്ട്. ഈ രേഡി ബുദ്ധയുടെ സ്റ്റാച്യു ആണ് വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്യു. ബുദ്ധയുടെ 220 feet ആയിരുന്നു അതിൻ്റെ സൈസ് വരുന്നത്. ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്.
അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ക്യാബ് എടുത്തിട്ട് ഫാൻചാവ് ട്രെയിൻ സ്ട്രീറ്റിലോട്ട് പോയി. അവിടെയായിരുന്നു ഷോപ്പിംഗ് പ്ലാൻ ഉണ്ടായിരുന്നത്. അവിടെ എല്ലാം ഇങ്ങനത്തെ ക്യൂട്ട് ഷോപ്പുകളാണ്. ഇവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സസൊക്കെ ആയിരുന്നു. പക്ഷേ മഴയായിരുന്നു, നമുക്ക് അവിടെ ഒരു വില്ലൻ ഉണ്ടായിരുന്നു. ഈ ദിവസം ഫുള്ള് നമുക്ക് മഴ ഒരു വില്ലനായിരുന്നു. ഈ ഷോപ്പുകളൊക്കെ നമ്മൾ കയറുമ്പോൾ എല്ലായിടത്തും നമ്മൾ പുറത്ത് ചെരുപ്പ് ഊരി വയ്ക്കണം. അപ്പം മഴ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്ത് ഒരു കോഫിയൊക്കെ കുടിച്ച് വീണ്ടും അങ്ങനെ പ്ലാനൊന്നുമില്ല, നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ ചുമ്മാ ഇങ്ങനെ നടക്കുക, നല്ല കടകൾ കാണുമ്പോൾ കയറാം. അങ്ങനെ ഈ ഷോപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ഷോപ്പാണ്. എല്ലാം ഭയങ്കര ഒരു ക്യൂട്ട് എസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നായിരുന്നു ഈ ഒരു സ്റ്റേഷനറി ഷോപ്പ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഭയങ്കര നൈസായിരുന്നു. പിന്നെ ഫുൾ നല്ല ക്യൂട്ട് ഐറ്റംസും ഭയങ്കര റീസണബിൾ റേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ക്യാബ് എടുത്ത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു മെക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. അവിടെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി. പിന്നെ എൻ്റെ അടുത്ത് പൈസ ഒക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ അർച്ചനയുടെ ഇച്ചിരി പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രി ഒരു 11 പോയി ജസ്റ്റ് കാല് മാത്രം മസാജ് ചെയ്യാൻ പോയി. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ചുമ്മാ ബീച്ചിൽ പോയി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി അധികം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ ബീച്ചിലൊക്കെ നടന്ന് വരാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓൾറെഡി പേരയ്ക്കും ബണ്ണൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ച് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബീച്ചുള്ളത്. അപ്പോൾ അവിടേക്ക് പോയി കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ചുമ്മാ അവിടെ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്തു. ബീച്ചിൻ്റെ ഇവിടെ കയറുന്നിടത്ത് തന്നെയായിട്ട് പൈപ്പും പിന്നെ ഷവർ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബീച്ചായിരുന്നു. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നടന്നു വന്നപ്പോഴേക്കും കഴിച്ച പേരയ്ക്കും ബണ്ണൊക്കെ കഴിഞ്ഞായിരുന്നു. എനിക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാനൊരു ബണ്ണ് കൂടെ എടുത്ത് ബാൽക്കണി വന്നിരുന്ന് കടലൊക്കെ നോക്കി ഒന്നുകൂടിയും വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 10:30 ആകുമ്പോഴേക്കും നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി. നമുക്ക് ആദ്യത്തെ ഫ്ലൈറ്റ് ഡനാങ്ങിൽ നമുക്ക് കോലാലംപൂർക്കാണ്. അങ്ങനെ കോലാലംപൂരെത്തി. അവിടെ നിന്ന് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് കൊച്ചിയിലേക്കാണ്. ഇന്ത്യൻ ടൈം 10:30 ആകുമ്പോഴേക്കും നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഗൾഫിൽ നിന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു ഇത്ര പെട്ടി ഉണ്ടാവില്ല ആൻഡ്രിയ.